ഏത് നേരത്തും ഇതാകണ കാറ്റും മഴയാണല്ലോ അല്ലേ. എപ്പോൾ പെയ്യും എപ്പോൾ നിൽക്കുമെന്ന് പറയാനും പറ്റില്ല. ഭയങ്കര മഴയാണ്, ഭയങ്കര കാറ്റും ഉണ്ട് കേട്ടോ. രാത്രി കിടക്കാൻ നേരത്ത് വരുമ്പോൾ കാറ്റ്, ഉറങ്ങാനയക്കാത്തൊരു കാറ്റാണ്. രാവിലെ നേരം വെളുത്താൽ മഴയാണ് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥ പോണത്. അങ്ങനെ തന്നെയാണ് മഴക്കാലത്ത്. പിന്നെ എന്താ ചെയ്യുക, അപ്പോൾ മഴയായാലും കുറ്റം, വെയിലായാലും കുറ്റം. അപ്പോൾ ഇന്നത്തെ വാർത്ത പറയുകയാണെങ്കിൽ നല്ല ചൂടുള്ള വാർത്തകൾ തന്നെയാണ്. നല്ല ചൂട് വാർത്തയാണ് കേട്ടോ. നമ്മളെ വി എസിൻ്റെ കാര്യമാണ് പറയണത്. മൂപ്പര് ഭയങ്കര ആരാധകനാണ്, വി എസിൻ്റെ നല്ല ആരാധകനാണ്. അപ്പം ആ ഒരു ദുഃഖകരമായ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഒരു ഭയങ്കര സങ്കടമായി. എല്ലാവർക്കും അങ്ങനെ തന്നെ. എന്നാൽ തന്നെ 102 വയസ്സ് വരെ ജീവിച്ചല്ലോ, വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ. അപ്പം അങ്ങനെ അത് വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഭയങ്കര ദുഃഖത്തോട് കൂടിയുണ്ട് ഓരോ വരികളും വായിക്കണത്. നമുക്കിപ്പോൾ അത്ര ഇതില്ലടയ്ക്ക് അറിയാത്തതുകൊണ്ടല്ല, ആളറിയാത്തതുകൊണ്ടല്ല, പക്ഷെ അതിൻ്റെ മുൻകാലത്തിൽ ആ ഒരു ഇതൊക്കെ അറിയാത്തതുകൊണ്ടാവും നമുക്ക് അത്ര ഇതുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ മൂപ്പരതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. ചട്ടിയിലെല്ലാം ഇട്ടിട്ട് ഇനിയിപ്പോൾ പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ച് ചട്ടിയിലെല്ലാം ഇട്ടിട്ടാണ് കഴുകിയതാണ് കേട്ടോ. കഴുകിയതല്ല, തിന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നായിട്ട് ടി വിയിൽ തന്നെയാണ് കാണുന്നത്. കരഞ്ഞൊന്നും വിളിച്ചിട്ടൊക്കെ തന്നെയാണ് ടി വി വെക്കണതും കാണുന്നതൊക്കെ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു എന്താ പറയുക, പാവമുണ്ട്, വലിയൊരു നേതാവാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അത് ഇങ്ങനെ തന്നെയാണ് ഇന്നുള്ളത്. ഭയങ്കര ദുഃഖവും കരച്ചിലും പിച്ചിലൊക്കെ ആയിട്ടാണ് ഇന്ന് ഇങ്ങനെ പോയോണ്ട് നിൽക്കുന്നത്. മക്കളുടെ എല്ലാവരും സ്കൂൾക്ക് പോയിട്ടുണ്ട്. നമ്മളെ മൂപ്പർക്ക് ഇത് താങ്ങാൻ കഴിയണില്ല, ഇത് കാണാനും താങ്ങാനും കഴിയണില്ല. എന്നാലും അത് കാണണല്ലോ. അവിടെ എത്തിയാലും പോയാൽ ഏതായാലും കാണൽ കഴിയൂല. അപ്പോൾ ടി വിയിലൊക്കെ ഇതൊക്കെ കണ്ടാണ്ട് ഇതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര പാവമുണ്ട് കേട്ടോ അത്. അപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ തന്നെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് മനുഷ്യരെന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴാണ് മാറി മറിയാമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ അതവിടെ കേട്ടോ. എൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിതാണ് ചെറിയൊരു മാക്സി സീൽ എടുത്തിട്ടുണ്ട്. ചെറുത് 140 രൂപേൻ്റെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്, പിന്നെ ഒന്ന് അടിച്ച് വരാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് അതും കൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കൈത്തകലം ഒരു 3 ഇഞ്ചിൽ ഞാൻ വെട്ടിയിട്ടുണ്ട്. പിന്നെ കഴുത്തിറക്കം 5 ഇഞ്ച് 6 ഇഞ്ചിൽ വെട്ടി. പിന്നെ ഇതാക്കണ് നമ്മളെ വണ്ണവും കാര്യങ്ങളൊക്കെ വെട്ടി. കൈക്കുഴി വെട്ടി. പിന്നെ ഇറക്കം വെട്ടി ഒരു 53 വെട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്കൊരു 51 52 മതി. പക്ഷെ ഇത് പറ്റ നെയ്സ് തുണി ആയതുകൊണ്ട് ഞാനൊരു 53 എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ അല്ലെങ്കിൽ നമുക്ക് ഇറക്കല്ലെങ്കിൽ ഒരു ജാതി ആവൂലേ, ഒരു കണ്ടം വെച്ച കോട്ട് പോലെയാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറക്കത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വണ്ണത്തിൽ തന്നെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ. അപ്പോൾ വേഗം വെട്ടിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ്, എന്ത് വെട്ടുമ്പോഴും ഒരു തയ്യൽ തുമ്പ് ഒരു ഇത്തിരിയും കൂടി ഏറിട്ട് വെട്ടുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഏറെയാണെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഇല്ലെങ്കിൽ തീരെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പേടിച്ചിട്ട് പിന്നെ ഞാനൊരു 1/2 ഇഞ്ചില്ലത് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചില്ല 2 ഇഞ്ചോ ആക്കിയാണ് അങ്ങനെ വെട്ടിയേക്കലാണ്. ഒരു സമാധാനമാണ് അപ്പം. അപ്പോൾ ഏതായാലും അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൈത്തിൻ്റെ കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്ങനെ വെട്ടും, എങ്ങനെ ഒരു മോഡൽ വെട്ടുന്നില്ലേ, ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത് ഈ കൈത്തിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതാ ഇങ്ങനത്തെ ഒരു നെക്കാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വെറും നെക്കല്ല, നെക്കിൽ എന്തെങ്കിലും വെറൈറ്റി വേണമല്ലോ എന്ന് വിചാരിച്ച് ചിന്തിച്ചിടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനിതാ ഒരു ബ്ലാക്ക് തുണി ഉണ്ടായിരുന്നു, അതും യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ, പോളിസ്റ്ററാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇതാകണ ഞാനൊരു എംബ്രോയിഡറി വേറെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ എംബ്രോയിഡറി തുന്നണമെങ്കിൽ തന്നെ വേറൊരു നൂലുകൊണ്ടാണല്ലോ വെക്കല്. പക്ഷേ അമ്മാതിരി നൂലിൻ്റെ കയ്യിലില്ലേന്ന് കേട്ടോ. അപ്പോൾ ഞാനെന്താട്ടി സാധാരണ നൂലൊരു നീളത്തിന് ഇങ്ങോട്ട് ചുറ്റി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ വെച്ചിട്ട് അടിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ അടിക്കലുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈനിൻ്റെ മാത്രമേ ഞാൻ ആ ഇമ്മൽ അടിക്കലുള്ളൂ. അപ്പോൾ ഞാനൊരു പൂവൊക്കെ വെച്ച് കൊടുത്തു. അഥവാ പൂമ്മ കൂടെ കണ്ടൊരു തുന്നാൻ കഴിഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആയിലേക്ക്. അപ്പോൾ അങ്ങനെ പൂവിൻ്റെ ചിത്രമൊക്കെ ഞാനവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര നോക്കിയിട്ട് എനിക്ക് ആ ഒരു പൂവ് കൂടെ അങ്ങോട്ട് തുന്നി പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലേന്ന് കേട്ടോ. കൈകൊണ്ട് വെച്ച് തുന്നുകയാണെങ്കിൽ ഞാൻ തുന്നും, പക്ഷേ മെഷീൻ വെച്ചിട്ട് തുന്നാൻ എത്ര കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇങ്ങനെ സ്റ്റാർ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ആ പൂവിനവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റാറാണ് ഇട്ട് കൊടുത്തിട്ടോ. സ്റ്റാർ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കും മുന്നും അങ്ങോട്ട് അടിച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് സ്റ്റാറാക്കി കിട്ടും. സ്റ്റാറിൻ്റെ മേലെ കൂടെ കുറച്ച് മുത്തും കൂടി പിടിപ്പിച്ചാൽ നല്ല ഉഷാറാവും എന്ന് വിചാരിച്ചു ഞാൻ. അപ്പം അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇങ്ങനെ പെട്ടെന്നില്ല അടിയായിരുന്നു കേട്ടോ. എന്നാലും തിരക്കടില്ല, ഇങ്ങനെയൊന്നും ഞാൻ ആദ്യമായിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ്, അടിഭാഗത്തൊന്നും അടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി ടൈറ്റാണ്, ഇനി അത് ലൂസാക്കി എടുക്കണം.
അപ്പോൾ നമ്മളെപ്പോലത്തെ ഇതാക്കണം ചെറിയ ചെറിയ തയ്യൽക്കാരാണെങ്കിൽ ആദ്യ പരീക്ഷണം നമ്മളെ മേൽ തന്നെയാണ് കൂടുതൽ എന്ത് അടിച്ചിടുകയാണെങ്കിലും ആദ്യം നമ്മളെ മേലിട്ടുമ്പോൾ ആൾക്കാർ കാണുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കാൻ കിട്ടുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ഐഡിയ ഉണ്ട്, ഒരു സൂത്രമാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാൻ അടിച്ചിട്ടുള്ളത്. എൻ്റെ മാക്സി ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്. നെക്ക് ഭാഗത്താണല്ലോ മാക്സിയിൽ കൂടുതലായിട്ടും നെക്ക് ഭാഗത്താണല്ലോ അതിൻ്റെ അലങ്കോല പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഏതായാലും ഇങ്ങനെയാണ് എൻ്റെ അലങ്കോല പണി ഉള്ളത്. അപ്പോൾ എങ്ങനെ വീഡിയോ എടുത്തിട്ടും അതാണ്ട് റെഡിയായി കിട്ടണില്ല കേട്ടോ. അതൊരാൾ വീഡിയോ എടുക്കുമ്പോഴാണല്ലോ നമുക്ക് ശരിയായി എന്ന് തോന്നുക. പക്ഷേ അത് എങ്ങനെ എവിടെ വെച്ചിട്ടും അത് റെഡിയായി കിട്ടണില്ല. അതിൻ്റെ അടിഭാഗം വരെ കിട്ടണമെന്നു, പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇന്ന് ഏതായാലും തൽക്കാലം ഇപ്പോൾ ഇത് മതി എന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ തന്നെയാണ് വീഡിയോ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മുത്തും കല്ലൊക്കെ പിടിപ്പിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി, ഇതിൻ്റെ ഒരു താജ്മഹലിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ തീർന്നു. ലാസ്റ്റ് വീഡിയോ എടുത്ത് മടുത്തു കേട്ടോ. മടുത്തിട്ട് പിന്നെ ഞാൻ ഒഴിവാക്കി. പിന്നെ എഡീസ് ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഒഴിവാക്കി ഇട്ടതാണ്. പിന്നെ അതൊക്കെ ഊരി കളഞ്ഞാണ്ട് വേഗം നമ്മളെ അടുത്ത പണിക്കാണ്ട് ഇറങ്ങിയതാണ്. വേഗം അടിച്ചു വരാനുണ്ട്. പിന്നെ രാവിലെ തന്നെ ചോറും കൂട്ടാനായതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. മഴ ഇല്ലെങ്കിൽ പുഴയിലൊന്നും പോകണം കേട്ടോ. പുഴയിലും പോയിട്ട് കുറേ ദിവസമായി. വെള്ളം ഏറി കുറവ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ പുഴയിലൊന്നും പോകലില്ല. ഇനിയിപ്പോൾ പുഴയിലൊന്നും പോയിട്ട് കുളിക്കണം. മൂപ്പർക്ക് ഏതായാലും പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ VSനെ കണ്ടിരിക്കണ പണിയാണ്. ഇന്നിപ്പോൾ മൂപ്പരെയും കൂട്ടി പോകണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഏതായാലും ഒന്ന് അടിച്ചു വാരിയിട്ട് ഇത്തിരി പാത്രം കൂടി കഴുകാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുഴയ്ക്ക് പോകണമെങ്കിൽ. പിന്നെ ഇതാ ഉച്ച കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ. സ്കൂൾ തുറന്നതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മീറ്റിങ്ങിൻ്റെ എന്താ പറയുക അയ്യര് കളിയാണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് പോണത്. അങ്ങനെ ഇതാക്കണം, ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ. പുഴയിൽ ഇതാക്കണം ഇപ്പം ഇത്തിരി വെള്ളം കുറവുണ്ട്. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ. അപ്പം ഇത്തിരി വെള്ളം കുറവുണ്ട് കേട്ടോ. ആ വെള്ളം കുറഞ്ഞ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ പോയത്. നല്ല തണുപ്പുള്ള വെള്ളം അവിടെ, നല്ല ഉഷാറും തണുപ്പ് കാരണം നല്ല അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ തോന്നൂല. പക്ഷെ കുളി കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഈ ഒരു ഉച്ച നേരത്തൊക്കെ നല്ല കുറച്ച് വെയിലും ഉണ്ട് ഇപ്പം. അപ്പം എനിക്ക് കല്ലൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് മൂപ്പര് ഇതാക്കണം ആയിക്കൂടാണ്ട് പോകണം കേട്ടോ. അപ്പോൾ ആ തോണിയിലൊക്കെ വെള്ളം നിൽക്കാനോ എന്തിനുമാണ് പോകണം തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് കല്ലൊക്കെ പിടിച്ചിട്ട് വന്ന് വേഗം തിരുമ്മിക്കോ, ഞാൻ ആയിക്കൂടെ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നതാണ്. അപ്പോൾ ഇതാണ് കല്ലില്ലത്. വെള്ളമൊക്കെ നല്ലപോലെ ഏറിയോണ്ട് വലിയ കല്ലുകളൊന്നുമില്ല. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് ഇതാക്കണം 2-3 കുളിക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് നമ്മളെ കുളി കഴിഞ്ഞ്. പൊതുവേ കല്ലില്ല നമ്മളവിടെ ഈ കുളിക്കുന്ന ആ ഒരു കടവിൽ, തീരെ കല്ലില്ല, പാറയില്ല, കല്ലുമില്ല. അപ്പോൾ ആ കല്ലൊക്കെ ഇതാക്കണം റോട്ടിൻ്റെ പക്കത്തു നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ ഒരാൾ തിരുമ്പി കഴിഞ്ഞിട്ട് വേണം ഒരാൾക്ക് തിരുമ്പാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് വെള്ളം കയറിയാൽ പിന്നെ അങ്ങനെയാണ്, കല്ലിന് തീരെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നേരം വേഗം ചോറുന്നായിരുന്നു. ചോറ് എന്ന് പറയാനായിട്ട് ചോറിന് കൂട്ടാനെന്ന് പറയാനായിട്ട് വലിയ കറിയൊന്നുമില്ല. കുറച്ച് പരിപ്പുണ്ടായിരുന്നു, പിന്നെ വെണ്ടയ്ക്കും തക്കാളിയും ഉള്ളിയും കിഴങ്ങിട്ടിട്ട് അങ്ങനത്തെ ഒരു സാമ്പാർ അങ്ങോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ആ കൂട്ടി ഞങ്ങൾ ഇന്ന് ചോറ് തിന്നട്ടെ, പെട്ടെന്ന് ചോറിട്ടാണ്ട് കഴിയട്ടെ വിചാരിച്ച്. പിന്നെ ഒരു 3-3:30 ആകുമ്പോഴാണ് നമുക്ക് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാക്കണം. സ്കൂള് വിട്ട് ഓളി കൊണ്ടാണ് വരുന്നത് കേട്ടോ. അവൾ തീരെ പഠിക്കില്ല എന്നോള് മാഷ് പറഞ്ഞു. അല്ലോ തീരെ പഠിക്കില്ല എന്നുള്ള ഇവിടെ പാലേന് പിന്നെ അപ്പുറത്തേക്ക് കുറച്ച്. അപ്പോൾ ഹൈസ്കൂളിലെത്തിയതിൻ്റെ ഒരു അഹങ്കാരം അവളെ മുഖത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവളെ പുതിയ തുണക്കാരത്തിയാൾ കേട്ടോ. അങ്ങനെ പിന്നെ ക്യാമറ കിട്ടിയാൽ പിന്നെ ബെൽക്ക് ഫോട്ടോ എടുക്കല. ഇതാണ് ഇപ്പോഴത്തെ തുണക്കാരത്തിയാൾ കേട്ടോ. പുതിയ തുണക്കാരത്തിയാളാണ്. പിള്ളേർ 2 ഇതാക്കണത് ഓളൊപ്പം തന്നെ ഒരു 1 മുതൽ പഠിക്കിയതാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ പുതിയതാണ്. അപ്പോൾ അങ്ങനെ ടീനേജ് കുമാരികൾ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.